ഇന്ന് ലക്ഷദ്വീപിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം. കാലത്ത് നേരം വെളുത്ത് എഴുന്നേറ്റ് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി ബീച്ചിൻ്റെ സൈഡിൽ വന്നു. നല്ല ഭംഗിയാട്ടോ അവിടുത്തെ സൺറൈസ് കാണാൻ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി ഞങ്ങൾ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐലൻഡ് വിസിറ്റിംഗ് ഉണ്ട്. ഒന്ന് ബംഗാരം, ഒന്ന് തിനക്കര, 2 ഐലൻഡ്. പിന്നെ സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മണൽത്തിട്ട, അതിൻ്റെ ചുറ്റും വെള്ളമായിരിക്കും, അതാണ് സാൻഡ് ബാങ്ക്. അത് പിന്നെ സ്നോർക്കലിങ്. ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ ഡേ ആക്ടിവിറ്റീസാണ്. ഫുഡെല്ലാം ഒരു ഐലൻഡിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിയിലാട്ടോ. അപ്പോൾ ഇതാണ് റഫീഖിക്ക, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്രാങ്ക്, അതായത് ബോട്ട് ഓടിക്കുന്ന ആൾ. പുള്ളി നല്ല കമ്പനിയാട്ടോ. അപ്പോൾ ആദ്യമായി ഞങ്ങൾ എത്തിയിരിക്കുന്നതാണ് സാൻഡ് ബാങ്ക്. ഈ കാണുന്നതാണ് സാൻഡ് ബാങ്ക്, അതായത് ചുറ്റും വെള്ളം. അതായത് വേലിയിറക്ക സമയത്ത് ഈ നടുക്കിൽ കാണുന്നത് മാത്രം മണൽ, നമുക്ക് അവിടെ ഇറങ്ങാനെല്ലാം പറ്റും. നമ്മളവിടെ ആങ്കർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് മണലിലൊക്കെ ഇറങ്ങാം. വേലിയേറ്റ സമയത്ത് അവിടെ നമുക്ക് ഫുള്ള് വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കും. അല്ലാത്ത സമയത്ത് ഇതേപോലെ വേലിയിറക്കത്തിൽ നടുക്കിൽ മാത്രം മണലായിട്ട് കാണപ്പെടും. അതാണ് സാൻഡ് ബാങ്ക്. ഇപ്പോഴും നനയ്ക്കണ്ടാട്ടോ ഡ്രസ്സ്. സ്നോർക്കലിംഗ് ചെയ്യാൻ വേറെ ഏരിയ ഉണ്ട്. ഇപ്പൊ കാലില് കുത്തൂല്ലേ ചേട്ടാ? ഓക്കെ താങ്ക് യു. ചുറ്റും വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്ന നടുക്കിൽ മാത്രം ഇങ്ങനെ മണൽ, ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നും കേട്ടോ. അത് വേലിയിറക്കുന്ന സമയത്ത് മാത്രമാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഉണ്ടാവുള്ളൂ. വേലിയേറ്റ സമയത്ത് ഇത് ഫുള്ള് വെള്ളത്തിൽ മൂടി കിടക്കും. എന്നാലും ഒരു അത്ഭുതം തന്നെയല്ലേ കടലിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു സാൻഡ് ബാങ്ക് ഉള്ളതെന്നൊക്കെ പറയണത്. അടുത്തത് ഞങ്ങൾ യാത്ര തിരിച്ചത് ബംഗാരം എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ്. ലക്ഷദ്വീപിലെ തന്നെ കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഉള്ളത് കുറച്ച് ലക്ഷറി കോട്ടേജസ് ആണ്, റിസോർട്ട്, കോട്ടേജസ് അങ്ങനെയെല്ലാമാണ്. പിന്നെ ആ ദ്വീപിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ലക്ഷദ്വീപിൽ മദ്യം കിട്ടുന്ന ഒരേ ഒരു ഐലൻഡാണ് ഈ ബംഗാരം ഐലൻഡ്. അവിടെ ഈ റിസോർട്ട് ഉള്ള കാരണം തന്നെ അവിടെ ബാറുകളും ഉണ്ട്.
Under the stars up in the sky, directions hard to find. Under the stars up in the sky, I got lost at night. Under the stars up in the sky, directions hard to find. Under the stars up in the sky, I don't know where to take this, I don't wanna break this. We're living in the moment, we're living in the moment. Your head is on my shoulder, but never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. You say that you're leaving me, the same thing you said last night. You can't do it peacefully, it won't go without a fight. So when I go, I know you'll follow me. I don't want slamming doors, no, no. Just wait and see, you'll feel it naturally. There's no one else I see, I know you'll follow me. I don't know where to take this, I don't wanna break this. We're living in the moment, we're living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. അപ്പോൾ ബംഗാരം ഐലൻഡിലെ കാഴ്ചകളൊക്കെ കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് തിന്നക്കര എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ്. അപ്പോൾ ഇതാണ് ഐലൻഡ്. അപ്പോൾ ഇവിടെ ആൾക്കാർ താമസക്കാരൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു 4-5 വീട്ടുകാരുണ്ട്. അവർ ഈ ഒരു സീസണിൽ, ഈ ഒരു 6 മാസക്കാലത്ത് ഇവിടെ വന്ന് താമസിച്ച് അവരുടെ സ്ഥലമാണ് ഇവിടെ. അവിടെ തെങ്ങിൽ നിന്ന് നീര ഉൽപ്പാദിപ്പിക്കാനും അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കാനും വേണ്ടി മാത്രം വന്ന് താമസിക്കുന്നവരാണ്. ഇവരുടെ ശരിക്കുള്ള സ്ഥലവും വീടും എന്നൊക്കെ പറഞ്ഞാൽ അഗത്തി ഐലൻഡാണ്. ഈ ഒരു 6 മാസം സീസണിൽ മാത്രമാണ് ഇവർ വന്ന് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് മഴയൊക്കെ തുടങ്ങി ഇവർ ഇവിടെ നിൽക്കില്ല. പിന്നെ ഈ ദ്വീപിൽ കറണ്ടില്ല, മൊത്തം സോളാറിലുള്ള പരിപാടികളാണ് എല്ലാം. പിന്നെ ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങളെ കൂടാതെ വേറെ 2-3 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നീര ഉൽപ്പാദിപ്പിക്കുക, അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുക, മീൻ പിടിക്കുക, പിന്നെ ഇവിടെ പറഞ്ഞ ഗസ്റ്റിന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുക. അതാണ് ഇവരുടെ മെയിൻ ഒരു വരുമാനം. ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഇത് ഇവർ ഫ്രഷായിട്ട് ചൂണ്ടയും ഒക്കെ ഇട്ട് പിടിക്കുന്ന മീനാണ് കേട്ടോ. ഹമ്മൂർ, അങ്ങനെ പല മീനുകളുണ്ട്. ഒക്കെ ഇവിടുത്തെ സീൻ തന്നെ പിടിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാണ് നീര ഉണ്ടാക്കണത്. അതായത് തെങ്ങിൽ നിന്ന് ചെത്തി ഇറക്കണ കള്ള് എന്നൊക്കെ പറയില്ലേ, അത് കലത്തിൽ വെച്ച് ചൂടാക്കി അതിനകത്ത് നമ്മുടെ സീലെ കോറൽ, വലിയൊരു കോറലിടും. ഈ കിടക്കണ കണ്ടോ. അപ്പോൾ അത് ഫിൽട്രേഷന് വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. ഇത് ഉരുകി അവസാനം കിട്ടണതാണ് ഈ തെങ്ങിൻ ശർക്കര എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. സോളാറിൻ്റെ റേഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് സോളാറിൻ്റെ റേഡിയോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് പലഹാരമാണ് ദ്വീപുണ്ട എന്ന് പറയും. ലഡു പോലെയൊക്കെ ഇരിക്കും, എന്നാലും തേങ്ങാപ്പീരൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ളവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരേന്ന് ശർക്കര ഉണ്ടാക്കി വിൽക്കലും, അതുപോലെ ദ്വീപുണ്ട വിൽക്കലും, ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കലും, ഇതൊക്കെയാണ് ഇവർക്ക് ഉള്ളൊരു വരുമാനം എന്ന് പറയാം. ഇവർ കുടിവെള്ളം എടുക്കുന്ന സ്ഥലമാട്ടത്. ഇത്രയും കടലിൻ്റെ നടുക്ക് കുഴി കുത്തിയിട്ടും ഒരു തുണ്ട് പോലും ഉപ്പുതരി പോലും ഇല്ലാത്ത നല്ല ശുദ്ധമായ കുടിവെള്ളം കേട്ടോ.
അപ്പോൾ അതൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബീച്ചിൻ്റെ സൈഡ് വരെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ കൂടെ ബോട്ട് ഓടിച്ച സ്രാങ്ക് റഫീഖൊക്കെ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും ഉണ്ടായുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ വേണ്ടി ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോണതാട്ടോ. ഇത് അവിടെ നിന്ന് വന്നവരല്ലേ? അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ പോയി ജസ്റ്റ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്തത് പോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ഇതായ സ്നോർക്കലിങ്ങിലേക്കല്ല കേട്ടോ. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ അടുത്തല്ല, കുറച്ച് കാലം മുന്നേ അവിടെ ഒരു ഷിപ്പ് തകർന്നു പോയി. ചെറിയൊരു ഷിപ്പാട്ടോ, തകർന്ന് വെള്ളത്തിൻ്റെ അടി കിടക്കേണ്ട ആ ഏരിയയിലാണ് സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നത്. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഈ കാണുന്ന മാസ്കൊക്കെ വെച്ച് നമ്മൾ കമന്ന് കിടക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലത്തെ വ്യൂ നമുക്ക് നല്ലപോലെ കാണാം. അതാണ് സ്നോർക്കലിംഗ്. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ആ പൈപ്പ് വെള്ളത്തിൻ്റെ മുകളിലേക്ക് നിൽക്കും. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കടലിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലത്തെ അത്ഭുത കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റ് പൊടിച്ചിടുമ്പോൾ ഉള്ള കാഴ്ച കേട്ടായി കാണണേ. എന്ത് ഭംഗിയുള്ള മീനുകളാന്ന് നോക്കിയാൽ, പല വെറൈറ്റിയിലുള്ള മീനുകൾ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോണ കാഴ്ച എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടിലെ മായാ ലോകം കേട്ടോ.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ കപ്പൽ തകർന്ന് കിടക്കണതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കണത് കേട്ടോ. ഇതിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മീനുകളാണ്, പിന്നെ പലതരത്തിലുള്ള കോറൽസുമാണ്. സൂപ്പർ വ്യൂ കേട്ടോ.
ഈ ഒരു ദിവസം ഞങ്ങൾ ലക്ഷദ്വീപിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസമാണ്. പുതിയ കുറേ എക്സ്പീരിയൻസ്, പുതിയ കുറേ സുഹൃത്തുക്കൾ, അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരാം. ഓക്കെ, ബൈ ബൈ.